റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ആലത്തൂരിൽ നിന്ന് തൃശൂർ മണ്ഡലത്തിലേക്ക് കുറെ പേര് വോട്ട് ചേരാൻ വന്നു. അങ്ങനെ വോട്ട് ചേർത്തവര് തിരികെ വീണ്ടും ആലത്തൂരിലേക്ക് തന്നെ വോട്ട് മാറ്റുന്നതായി കണ്ടെത്തൽ. ശോഭാ സിറ്റി മേഖലയിൽ നിന്നുള്ള അവിടെ വോട്ടുള്ള 236 പേരാണ് വോട്ടർ പട്ടികയിൽ ചേർക്കാൻ കോലഴി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ അയ്യന്തോൾ പൂങ്കുന്നം മേഖലകളിൽ BJP മാറ്റിച്ചേർത്ത വോട്ടുകളാണ് ഇതെന്ന് കോലഴി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ NA സാബു ആരോപിച്ചു. അതേസമയം വോട്ട് ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയത്തിനകം തൃശൂരിലെത്തും. വന്ദേ ഭാരതിലെത്തുന്ന കേന്ദ്രമന്ത്രിക്ക് BJP പ്രവർത്തകർ സ്വീകരണം നൽകും. ഇന്നലെ ഓഫീസിന് നേരെയുണ്ടായ CPM ആക്രമണത്തിനെതിരെ BJP നടത്തുന്ന കമ്മീഷണർ ഓഫീസ് മാർച്ചിലും സുരേഷ് ഗോപി പങ്കെടുക്കും. അതിനിടെ ഇന്നലത്തെ സംഘർഷത്തിൽ 50 CPM BJP പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജെയ്സൺ ചമവളപ്പിലും നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം അർജുൻ മട്ടന്നൂരും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. റിപ്പോർട്ടറിന്റെ അന്വേഷണം തുടരുകയാണ്. തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആലത്തൂരിൽ നിന്നും ശാസ്തമംഗലത്ത് തിരുവനന്തപുരത്തു നിന്നും ഒക്കെ ഒരുപാട് വോട്ടുകൾ തൃശ്ശൂരിലേക്ക് വന്നു. ഇപ്പോൾ ആ ലക്ഷ്യം നിറവേറ്റിക്കഴിഞ്ഞതിന് ശേഷം ആ വോട്ടുകളെല്ലാം തിരിച്ചതാതിടങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഉത്സവത്തിനെത്തിയ മനുഷ്യര് തിരിച്ച് ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്നത് പോലെ വോട്ട് ചെയ്യാനെത്തിയ മനുഷ്യര് വോട്ട് രേഖപ്പെടുത്തി അവരവരുടെ ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്താണ് നമ്മൾ കോലഴിയിൽ കണ്ടെത്തിയത്? എന്താണ് അതിലെ രാഷ്ട്രീയ പ്രാധാന്യം? ജെയ്സൺ ചമവളപ്പിൽ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ അനിഷ്ട സംഭവങ്ങൾ നടന്ന സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുൻവശത്താണ്. അത് പറഞ്ഞിട്ട് അടുത്ത വാർത്തയിൽ ഈ ബോർഡിലേക്കാണ് ഇന്നലെ കരിയോയിൽ ഒഴിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കഴുകി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിലേക്ക് എത്തുന്നു. ഇനി നേരത്തെ പറഞ്ഞ കോലഴിയിലെ വിഷയത്തിലേക്ക് വന്നാൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വൻതോതിൽ തൃശ്ശൂരിലേക്ക്, ആലത്തൂർ മണ്ഡലത്തിലെ തൃശ്ശൂരുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിൽ നിന്ന്, നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നൊക്കെ വൻതോതിൽ വോട്ടുകൾ തൃശ്ശൂരിലേക്ക് ചേർത്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നാം വാർത്ത കൊടുത്തതാണ്. ഇന്നലെ തന്നെ 4-5 അത്തരത്തിലുള്ള വാർത്തകൾ നാം നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും പുതിയത് കോലഴി പഞ്ചായത്തിലെ 236 വോട്ടുകൾ ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലേക്ക് ചെയ്തിരുന്നു. അതും ശോഭ സിറ്റി എന്ന് പറഞ്ഞ വലിയൊരു ഏരിയയാണ്. ഒരുപാട് ഫ്ലാറ്റുകളും വില്ലകളൊക്കെ ഉള്ള വലിയൊരു ഏരിയയാണ് ഈ ശോഭ സിറ്റി. അതിനകത്തു നിന്നുള്ള 236 വോട്ടുകളാണ് തൃശ്ശൂരിലേക്ക് മാറിയിരുന്നത്. അത് ശോഭ സിറ്റി എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ ബോർഡറാണ്, പുഴയ്ക്കൽ ഭാഗത്താണ്. ശോഭ സിറ്റി നിൽക്കുന്നത് ആലത്തൂർ മണ്ഡലത്തിലാണ്. തൊട്ടിപ്പുറത്ത് തൃശ്ശൂരാണ്. തൃശ്ശൂർ പൂങ്കുന്നം അയ്യന്തോളൊക്കെ അതിരിടുന്ന പ്രദേശമാണ്. അവിടെ നിന്ന് 236 വോട്ടുകളാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അത് തിരിച്ച് കോലഴിയിലേക്ക് പോകുന്നു. അതായത് നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ദൗത്യം പൂർത്തിയാക്കി അവർ മടങ്ങുകയാണ്. ആ മടങ്ങുന്ന ഇത് പ്രത്യേകം കണ്ടെത്തിയിരിക്കുന്നു, അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. 236 വോട്ടുകളും സംബന്ധിച്ച് ഓരോ വീടുകളിൽ പോയി പരിശോധന നടത്തിയിരിക്കുന്നു. ഇത് അടഞ്ഞുകിടക്കുന്ന വില്ലകൾ കേന്ദ്രീകരിച്ചൊക്കെയും വോട്ടുകൾ ചേർക്കുകയും വോട്ടുകൾ മാറ്റുകയൊക്കെ ചെയ്തു. ആ വോട്ടുകൾ തിരിച്ചു വന്നപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അതിന് ഒബ്ജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഇവിടെ ചേർക്കാൻ കഴിയില്ല എന്ന പരാതി നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇതിൻ്റെ അതിർത്തി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും വ്യാപകമായ രീതിയിൽ വോട്ട് ഇങ്ങോട്ട് ചേർത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ ഓരോ രേഖകളും പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊന്ന്, സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് ഇന്ന് എത്തുകയാണ്. 9:30യോടുകൂടി വന്ദേ ഭാരതിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും. ഇന്നലെ വൈകിട്ട് ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ അത് ഒത്തിരി ഗൗരവമായിരുന്നു, ഗുരുതരമായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ കൈവിട്ടു പോകുമെന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ പതുക്കെ അത് തണുത്താറുകയായിരുന്നു. അതിന് കാരണമുണ്ടായത് ഇവിടെ നിന്നുള്ള ഈ സംഭവങ്ങളാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് 50ഓളം BJP പ്രവർത്തകർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ അതിൽ വിപിൻ എന്ന് പറഞ്ഞ വ്യക്തി, ഇവിടെ മുകളിൽ കരിയോയിൽ ഒഴിച്ച വിപിനെ പോലീസ് രാത്രി കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ അവരെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ഏതായാലും ഒരു സംശയം വേണ്ട അരുൺകുമാർ, വരും ദിവസങ്ങൾ തൃശ്ശൂർ കലാപകലുഷിതമാകുന്ന സ്ഥിതിയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വന്ന് എന്തൊക്കെ പറയും, എന്തൊക്കെ ചെയ്യും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി സുരേഷ് ഗോപി നിശബ്ദമായിരുന്നു.